ഹലോ, എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നിന്നാണെങ്കിലും ഈ വീഡിയോ എടുത്തത് ഈ മാസം 1-ാം തീയതിയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ 1-ാം തീയതി യാത്ര പോയി. ഞാൻ, ജോസ്മി, ആമ്പൽ, അമ്മമ്മ, ജിബിൻ, ഞങ്ങളെല്ലാവരും കൂടി ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. ആമ്പൽ ആദ്യം ഒരുങ്ങി ഇറങ്ങി, അവൾക്ക് ടാറ്റ പോവാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവൾ ആദ്യം ഒരുങ്ങി ഇറങ്ങി. നമ്മളിന്ന് പോകുന്നത് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഈ ഒരു പേര് ഫെമിലിയർ ആയിരിക്കും. ക്രിസ്തു രാജ ദേവാലയം വിളക്കന്നൂർ. നമ്മുടെ അടുത്ത് തന്നെയാണ്. നമ്മുടെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 മിനിറ്റൊക്കെ യാത്രയൊക്കെ ഉള്ളൂ. നമുക്ക് 2013 വിശുദ്ധ കുർബാനേൻ്റെ ഇടയ്ക്ക് ഈശോയുടെ തിരുമുഖം ഓസ്തിയിൽ ദർശിച്ചൊരു മഹാത്ഭുതം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒഫീഷ്യലായിട്ട് പ്രസ്താവിക്കുകയും പിന്നെ റോമിൽ നിന്നൊക്കെ വന്നിട്ട് അതിവിടെ തന്നെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുമുഖം വിളക്കന്നൂർ പള്ളിയിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് 29-30 ദിനങ്ങളിലായിരുന്നു. ഭയങ്കര വലിയ ആഘോഷമൊക്കെ ആയിരുന്നു. പക്ഷേ നമുക്ക് അന്ന് കൊച്ച് അറിയാമല്ലോ, കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിതാണ്, 4 മാസമൊക്കെ ആയതേ ഉള്ളൂ. അപ്പോൾ അവളെയും കൊണ്ടൊന്നും അത്രയും ക്രൗഡിൻ്റെ ഇടയ്ക്ക് തിരക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ 2 ദിവസം കഴിഞ്ഞ് 1-ാം തീയതി നമ്മൾ പോകാൻ തീരുമാനിച്ചത്. 1-ാം തീയതി ഉച്ചയ്ക്ക് 1 മണീൻ്റെ കുർബാനയോടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ 7 മണി, 9 മണി, 11 മണി, 1 മണി അങ്ങനെ നിറച്ചും കുർബാനകളുണ്ടായിരുന്നു. രാത്രി 9 മണി വരെ കുർബാന ഉണ്ടായിരുന്നു. ഈ 2 മണിക്കൂർ ഇടവിട്ട് ആൾക്കാർ വന്നും പോയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 1 മണീൻ്റെ കുർബാനയ്ക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പള്ളിയിലേക്കാണ് കയറുന്നത്. ആമ്പൽ ഭയങ്കര ഉഷാറിൽ നടന്ന് കയറുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് ജോസ്മി നടക്കുന്നുണ്ട്. ഇച്ചിരി നന്നായിട്ട് പള്ളി അലങ്കരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അലങ്കരിച്ച കാണാനും. അമ്മമ്മയ്ക്ക് ഇപ്പോൾ ഇത് ചെറിയൊരു കയറ്റം മാതിരിയൊക്കെയാണ്. അമ്മമ്മയ്ക്ക് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ സാരമില്ല, നമുക്കവിടെ സിസ്റ്ററിനെ കണ്ട് കുഞ്ഞിപ്പെണ്ണിനോടും ആമ്പലിനോടും സിസ്റ്റർ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതാണ് പള്ളീൻ്റെ മുൻഭാഗം വരുന്നത്. ആമ്പൽ അപ്പോഴേ റെഡിയാണ്. എപ്പോൾ വേണമെങ്കിലും പള്ളിയിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ പള്ളിയിൽ കയറാൻ വേണ്ടിയിട്ട് ആമ്പൽ റെഡിയാണ്. ആമ്പലിന് ഭയങ്കര ഈശോപ്പേനെ കാണണം, ഈശോപ്പേനോട് വർത്താനം പറഞ്ഞതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ നോക്കുമ്പോൾ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആമ്പൽ പള്ളിക്കകത്ത് കയറി. പിന്നെ കുട്ടീനെ കാണുന്നില്ല. ഞാനാകെ പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ ഫ്രണ്ടിൽ ചെന്ന് നോക്കുമ്പം അവിടെ മമ്പഹാൻ്റെ തൊട്ട് താഴെയായിട്ട് അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആൾക്കാർ ക്രൗഡ് കൊണ്ട് ഞാൻ കുട്ടീനെ കണ്ടില്ല. പിന്നെ ഞാൻ സെൻറ്ററിലൂടെ പോയി കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്തത്. അവൾക്ക് മുട്ടൂത്തി പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ഈശോപ്പനോട് വർത്താനം പറയാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അവൾക്ക്. പൊതുവേ അവൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവളെന്തായാലും നല്ല പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് അവൾക്ക് അവിടെ നിന്ന് ഒരു കുഞ്ഞു കൂട്ടുകാരനെ കിട്ടി. ആദ്യമൊക്കെ പോകാൻ മടിച്ചെങ്കിലും പിന്നീട് അവളെ കൂട്ടുകാരൻ്റെ കൂടെ പോയി കളിക്കാനും ഓടാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മെത്രാപ്പൊലീത്തമാരും അങ്ങനെ എല്ലാവരും തന്നെ വരുന്നുണ്ടായിരുന്നു പള്ളിയിലേക്ക് കാണാനും ഈശോപ്പൻ്റെ തിരുമുഖ ദർശിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, പള്ളിയിൽ കുർബാന നടക്കുന്ന സമയമായിരുന്നു. എന്തായാലും ഇതിപ്പോൾ ശരിക്കും ഞാൻ വീഡിയോ എടുക്കുമ്പം ഈശോപ്പൻ്റെ തിരുമുഖം നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനേ പറ്റുള്ളൂ. വീഡിയോ എടുക്കുമ്പോൾ അത് കാണില്ല. എന്നാന്ന് വെച്ചാൽ ചുറ്റും ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ അത് കാണുന്നുണ്ടായിരുന്നില്ല. കുറച്ചും കൂടെ ക്ലാരിറ്റിയുള്ള ഫോണൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കാണുമായിരിക്കും. എൻ്റെ ഫോണിൽ എന്തായാലും വീഡിയോ എടുത്തപ്പം കണ്ടില്ലായിരുന്നു. ഓക്കെ, കുറേ ആൾക്കാർ പള്ളിയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നിറച്ചും ക്രൗഡായിരുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ കയ്യിലായിരുന്നു കുഞ്ഞിപ്പെണ്ണ്. അതുകൊണ്ടാണ് ആമ്പലിനെ മാത്രം ചിലപ്പോൾ വീഡിയോയിൽ കാണുന്നത്, കുഞ്ഞിപ്പെണ്ണിനെ കാണാത്തത്. കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പള്ളിയിൽ ക്രിസ്തു രാജ ദേവാലയം വിളക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അധികം ദൂരമില്ലാത്ത പള്ളി. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് താഴെയേ ഉള്ളൂ. പിന്നെ നമ്മൾ പള്ളിയിൽ നിന്ന് ഈശോപ്പനെ കണ്ട് തിരിച്ചിറങ്ങാൻ നേരത്ത് നിറച്ച് കസേരയൊക്കെ നിറച്ചും. എന്നുവെച്ചാൽ നമ്മൾ 1-ാം തീയതിയാണ് പോകുന്നത്. 29-30 അവിടെ പരിപാടി. അപ്പം നിറച്ചും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓടിക്കളിക്കാനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഫ്രീയാണ്. അത് ഓടാൻ തുടങ്ങി, ഓടിക്കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ഇവിടെ അവളിങ്ങനെ ഒരു കാര്യം കണ്ടത്. ഇവിടെ സൺഡേ സ്കൂൾ കുട്ടികളാണ്, ആ പള്ളിയിൽ തന്നെ സൺഡേ സ്കൂൾ കുട്ടികളാണെന്ന് തോന്നുന്നു. ചെറിയൊരു കിയോസ്ക് പോലെയൊക്കെ വെച്ചിട്ട് മിഠായി കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കുട്ടി അത് കാണുന്നത്. കുട്ടി
കുട്ടിക്കാണെങ്കിൽ അത് കാണുമ്പോൾ അതിന് അടുത്തേക്ക് പോകണമെന്നുണ്ട്. ഇനിയിപ്പം അമ്മ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ഇതിലേക്ക് പോകാതെ ഇരുന്നു കുറച്ച് നേരം. ഇത് രണ്ടും കളിച്ചിട്ട് പോകണോ വേണ്ടയോ എന്ന്. അതുകൊണ്ട് മക്കളാണെങ്കിൽ ഭയങ്കര പ്രോത്സാഹനമാണ്. അവർ വിളിച്ചുകൊണ്ടിരിക്കുക, എന്താണ് മഞ്ച് കാണിക്കുന്നുണ്ട്, അവരെന്തൊക്കെയോ കാണിച്ച് കുട്ടികളെ വിളിച്ചുകൊണ്ടിരിക്കുക. അവർക്കൊരു വരുമാനമല്ലേ, പള്ളിയിലേക്ക് സ്കൂളിൽ എന്തെങ്കിലും കാര്യത്തിന് എടുക്കാമല്ലോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെയോ മേടിച്ച് മക്കളല്ലേ എന്തൊക്കെയോ മേടിച്ചു. ഇത് പള്ളീൻ്റെ ഫ്രണ്ട് ഭാഗമായിരുന്നേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇറങ്ങി, അവർക്ക് കാറിൽ കയറി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് എടുത്തേക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇതെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതിൻ്റെ ചുറ്റും ഈ സ്റ്റെപ്പ് കയറി, ഇപ്പോൾ ഫ്രണ്ട് ഭാഗം എന്ന് വെച്ചാൽ ഇതാണ്, ഇതിന് സ്റ്റെപ്പ് കയറി പോകണം. പക്ഷെ നമ്മൾ കാറൊക്കെ കൊണ്ടുപോകണം എളുപ്പത്തിൻ്റെ സൈഡിലൂടെ കയറുന്നത്. രണ്ട് സൈഡിലൂടെയും പള്ളീൻ്റെ രണ്ട് സൈഡിലൂടെ ഇപ്പോൾ വഴിയായിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു സൈഡിലൂടെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ രണ്ട് സൈഡിലൂടെയും വഴിയായിട്ടുണ്ട്.